കോഴിക്കോട് വെള്ളലശ്ശേരിയിൽ നായകളുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട യുവതി ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന യുവതിക്ക് പിന്നാലെയാണ് 20ഓളം നായകൾ ഓടിയത്. രാഹുൽ കെ വി ഉണ്ട്. രാഹുൽ, 20ഓളം നായകൾ ഓടിക്കുമ്പോൾ കൂട്ടത്തോടെയുള്ള ഒരു ആക്രമണം, എങ്ങനെയാണ് യുവതിക്ക് രക്ഷപ്പെടാനായത്? നായകളുടെ വിഹാരമുള്ള മേഖലയാണോ ഇത്? പ്രതീക്ഷ, ഇതായത് ഒരു നായ തന്നെ ഒരാളുടെ പുറകെ ഓടി വന്നാൽ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്താണെന്ന് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ 20ഓളം നായ്ക്കൾ ആക്രമിക്കുന്നതിന് പിന്നാലെ ഓടി വന്നപ്പോൾ അത്രത്തോളം ഭയന്നു പോവുകയായിരുന്നു യുവതി. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് മാവൂരിനടുത്തുള്ള വള്ളല്ലശ്ശേരിയിലാണ്. ഇത് അഭിഭാഷകയാണ്. വൈകിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് നായ്ക്കൾ ഈ വിധത്തിൽ തന്നെ പിന്നാലെ ഓടുന്നത്. കൈവശം കുടയുണ്ടായത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നതാണ്. ഈ കുട വീശിയ സമയത്താണ് നായ്കൾ അവിടെ നിന്ന് ഓടി മാറുന്നത്. പിന്നീട് സ്ഥലത്തുള്ള ആളുകളൊക്കെ അങ്ങോട്ടേക്ക് ഓടിക്കൂടുകയും ചെയ്തു. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു വീട് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ മുറ്റത്ത് നിന്നാണ് നായകൾ ഇങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അതായത് തെരുവ് നായ്ക്കളാണെന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല, വളർത്തുന്ന നായ്ക്കളാണെന്നും പറയാൻ കഴിയില്ല. ആ വീട്ടിന്റെ ഉടമ ഭക്ഷണമൊക്കെ നൽകി പരിചരിക്കുന്നുണ്ട്. പക്ഷെ അതിന് കൃത്യമായ കൂടോ മതിൽക്കെട്ടോ ഒന്നും തന്നെ ഇല്ല. ആ വീടിന്റെ പരിസരങ്ങളിൽ അങ്ങനെ തെരുവിഹാരം നടത്തുന്ന നായകളാണ്. ഇതിനു മുൻപും ആളുകൾക്ക് പിന്നാലെ ഓടിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ തന്നെ പരാതി പറയുന്നത്. ഈ വീട്ടുടമയോട് നിരവധിയായി തവണ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പക്ഷേ അത് പരിഹരിക്കുന്നതിന് കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. 20ഓളം നായ്ക്കൾ ഇങ്ങനെ ഈ വിധത്തിൽ യുവതിയുടെ പിന്നാലെ ഓടുകയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞതുപോലെ കൈവശം കുടയുണ്ടായതുകൊണ്ട് രക്ഷയായി എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. ശരി, രാഹുൽ കെ വിയാണ് വിവരങ്ങൾ നൽകിയത്.